ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ നമ്മളുടെ റമളാനുള്ളിലെ ഡെയിലി വ്ലോഗാണ് കേട്ടോ. ഒരു ഫുൾ ഡേ വ്ലോഗായിട്ട് തന്നെ എടുത്തിങ്ങനെ. അപ്പോൾ എല്ലാവരും ഇതാ വ്ലോഗ് ഫുള്ളായിട്ട് തന്നെ കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് കാണണേ. അങ്ങനെ നേരെ ഇതാ ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്തായം മുതലാണ് കേട്ടോ. അത്തായത്തിന് ഞാനിത് ഒരു 4 മണിക്കായിരുന്നു അലാറം വെച്ചിട്ടുള്ളത്. അങ്ങനെ അലാറമൊക്കെ അടിച്ചു, ഞാനിത് എണീറ്റ് പിന്നെ ബ്രഷൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വന്നു. പിന്നെ കുട്ടികളൊക്കെ ഇത് നല്ല ഉറക്കിലാണല്ലോ. അത്താഴത്തിനൊന്നും കുട്ടികളൊന്നും വിളിക്കുന്നില്ല കേട്ടോ. ഹൈമുക്കുസം നല്ല ഉറക്കിലാണ്. അതുപോലെ പിന്നെ സോയ ഇങ്ങനെ ചെറുതായിട്ട് ഉണർത്തുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ട് നേരെ താഴെ തൊട്ടിയിൽ കിടത്തിയതായിരുന്നു. നാട്ടിൽ കൊടുത്തപ്പോൾ ഓളും ഉറങ്ങിട്ടോ. പിന്നെ നേരെ താഴേക്ക് ഇറങ്ങുന്നതാണ്. അങ്ങനെ താഴേക്ക് ഒരു 4:30 ആവാൻ നേരത്താണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനിടയിലായിട്ട് ഞാനൊന്ന് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഉപ്പയും ഉമ്മയൊക്കെ അവിടെ നിസ്കാരത്തിലായിരുന്നു. ഉമ്മ പഴം കോഴിമുട്ടൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചുകൊണ്ടായിരുന്നു കേട്ടോ പോയിട്ടുള്ളത്. അപ്പുറത്തെ ചായക്കും വെച്ചിരിക്കണ്. അങ്ങനെ ചായയൊക്കെ തിളച്ചു, പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാം നമ്മൾ റാക്കിൽ കൊണ്ടുപോയി വെക്കുന്നതാണ് കേട്ടോ. പഴം കോഴിമുട്ടാണ് ഇന്നത്തെ നമ്മുടെ അത്താഴത്തിൻ്റെ ഫുഡ് വന്നിട്ട്. പിന്നെ ചായയും ഇതൊക്കെ റെഡിയായി, ഉമ്മിപ്പൊക്കെ നിസ്കരിച്ചാണ്ടൊക്കെ വന്നിട്ടോ. പിന്നെ പഴം കോഴിമുട്ട ആയതുകൊണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ ഇനിയിപ്പോൾ ചോറും കറിയും കൂട്ടാനൊക്കെ എന്നുണ്ടെങ്കിലും കുറച്ചൊരു പണിയാണല്ലോ ആ സമയത്ത് എണീറ്റ് ഉണ്ടാക്കാനൊക്കെ. മീനാണെങ്കിലും കറിയാണെങ്കിലൊക്കെ ഇതിപ്പോൾ ഇത് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. വേഗം കഴിക്കലും കഴിയാനും. അതുപോലെ പിന്നെ പാത്രം കഴിക്കാനാണെങ്കിലും ഭയങ്കര കുറവാണ് കേട്ടോ. ആകെ കുറച്ചതാ ഒരു ഗ്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ചായ ഉണ്ടാക്കിയ പാത്രം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചേ ഉള്ളായിരുന്നു. അത് പിന്നെ ഞാനത് പെട്ടെന്ന് കഴുകി വെച്ചേനു. പിന്നെ ഇതിനിടയിലായിട്ട് ഇതങ്ങനെ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റായിട്ട് അത്താഴത്തിന് എണീക്കുമ്പോൾ ഒരു വെപ്രാളാണല്ലോ, വാങ്ങി കൊടുക്കുമോ എന്നൊക്കെ ഉള്ളൊരിതാണ്. അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റാക്കും കൂടി ഒന്ന് തടിച്ചിട്ടു. അങ്ങനെ കിച്ചണത്തെ എല്ലാ പരിപാടിയൊക്കെ കഴിച്ച് പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കിച്ചണൊക്കെ അടിച്ചാണ്ട് നേരെ പോകുന്നതാണ്. അപ്പോൾ സ്റ്റോർ റൂമിൽ നല്ല പഴുത്ത പഴം കണ്ടപ്പോൾ ആദ്യം 2 കഴിച്ചിട്ടാണ്. അതുകൂടി കഴിച്ചപ്പോൾ ഇന്നത്തെ അത്തായം കലാസായിട്ടോ. ഓൾമോസ്റ്റ് വയറ് ഫുള്ളായിക്കണ് പഴം കോഴിമുട്ട കഴിച്ചപ്പോൾ തന്നെ. പിന്നെ ഈ ഒരു ചെറിയ പഴം നല്ല പഴുത്തതായപ്പോൾ അങ്ങനെ അത് 2 എടുത്ത് കഴിച്ചു. നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ. പിന്നാണല്ലോ ഇനിയിപ്പോൾ നോമ്പായതുകൊണ്ട് ആരും കഴിക്കില്ല. അതവിടെ അങ്ങനെ പിന്നെ അങ്ങനെ കേടന്ന് പോവേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ എടുത്തുകൊണ്ട് ഞാൻ സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കഴിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുകളിൽ പോകുന്നതാണ്. ഇനി കൊടുക്കാൻ കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഓതൊക്കെ വേണം. അങ്ങനെ ഓതുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം കുടിക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ബോട്ടിലെടുത്തിട്ട് ഡൈനിങ് ഹാളിൽ വന്നിട്ടാണ് കേട്ടോ, മുകളിലത്തെ ഹോളിൽ വന്നിരുന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത്. പിന്നെ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ഇട്ടാൽ ഇനിയിപ്പോൾ സോയ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനിതാ ഹോളിൽ ഇരുന്നിട്ടാണ് കേട്ടോ. പിന്നെ നേരെ പോയിട്ട് ഇനി ഓതുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ലൈറ്റ് ഇട്ടാൽ തന്നെ റൂമിലേക്കും അങ്ങോട്ട് വെളിച്ചുണ്ടാവും. അപ്പോൾ ആ ഒരു ഇതിലിരുന്നിട്ട് കുറച്ച് നേരം ഖുറാനൊക്കെ ഓതി. പിന്നെ അപ്പോഴേക്കും വാങ്ങൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞേക്കാൻ പിന്നെ നേരെ വന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ. കുറച്ച് നേരം ഉറങ്ങാമെന്ന് കരുതി. ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളുള്ളതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും ഉറങ്ങാനും കഴിയില്ല. 7 മണിയാകുമ്പോൾ തന്നെ എണീക്കുവാണ് കേട്ടോ. അപ്പോൾ തന്നെ കിടക്കുമ്പോൾ തന്നെ 6 മണി കഴിക്കണേ. നിസ്കരിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 6 മണി കഴിക്കണേ. ഏതായാലും ഉള്ള സമയത്ത് കുറച്ച് നേരം ഉറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എണീറ്റ് വന്നപ്പോൾ 7 കഴിക്കുന്നു കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ വേഗത ഒരുക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയി. ലഞ്ചിനായിട്ട് ഇന്നതപ്പോൾ നൂഡിൽസ് ആണ് കൊടുത്തയക്കുന്നത്. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് കയ്യെല്ലാം ഉണ്ടാക്കല്ലേ. അങ്ങനെ വേഗത നൂഡിൽസൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയിട്ടാണ്. ഒരു വേഗം വിളിച്ചുകൊണ്ടിടത്തുനിന്നാണ്. ഒരു വിളിക്കാനുള്ള ടൈമും കുറച്ച് നേരം വൈകിട്ടാണ്. എല്ലതും ഭയങ്കര ഇതായിപ്പോയി. ഒന്ന് ഉറക്കിൽ വിട്ടിട്ടാണ്. അങ്ങനെ 2 ഉണർത്തിയിട്ട് ബ്രഷ് ചെയ്യാനും അതുപോലെ കുളിക്കാനൊക്കെ ആയിട്ട് വിട്ട്. പിന്നെ ഞാൻ താഴേക്ക് പോയിട്ട് ഒരുക്കുള്ള ഫുഡും ഇതൊക്കെ വേഗം ലഞ്ച് ബോക്സിലും ഇതിലൊക്കെ ആക്കി വെക്കുന്നതാണ് കേട്ടോ. സ്നാക്സും വെച്ച് അതുപോലെ സ്നാക്സ് പിന്നെ ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുത്തു വിടുന്നത്.
വലൈക്കും അസ്സലാം. വന്നാ എനിക്ക് 8:25 അങ്ങനെ ഒരു പോകാനുള്ള ടൈമായി. സ്കൂൾ ബസ് വന്നു, രണ്ടാളിത കയറിപ്പോയിട്ടാ. പിന്നെ ബാക്കിലായിട്ട് മോൾസി കോളേജിലും പോകാൻ നിൽക്കുന്നതാണ്. അങ്ങനെ ഓളും പോയി. പിന്നെ ഞാനിതാ ഗിൽസൊക്കെ അടിച്ചിട്ട് പിന്നെ കെടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഉമ്മിപ്പൊക്കെ നല്ല ഉറക്കിലായിരുന്നു. അത്താഴത്തിന് എണീറ്റാണ്ട് പിന്നെ അങ്ങനെ ഉറങ്ങിയതായിരുന്നു കേട്ടോ. ഞാനിനിയിപ്പോൾ നേരെ ഒന്ന് പോയി കിടന്നുറങ്ങണം. നേരത്തൊരു ഉറക്കം ശരിയായിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഉണർന്നത് കൊണ്ട് തന്നെ 1 മണിക്കൂർ തികച്ച് ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ വേഗത നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അങ്ങനെ സോയ ഉണരുന്ന ടൈമിലായിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എണീറ്റിട്ടുള്ളത്. ഓളെ കരച്ചിൽ കേട്ടിട്ട് ഓളൊരു 11 മണി അല്ലെങ്കിൽ 10:30 കാവലുണ്ട് കേട്ടോ എണീക്കുമ്പോൾ. അങ്ങനെ ഈ രാത്രി ഭയങ്കര ലേറ്റായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എണീക്കാനും അതുപോലെ ലേറ്റ് ആവലുണ്ട്. അങ്ങനെ പിന്നെ ഓളതാ എടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. എന്താ വേണ്ടിയത്? എന്താ വേണ്ടിയത്? അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാനും എണീറ്റ് കേട്ടോ. ടൈം ഒരു 11 മണിക്ക് കഴിക്കണം. ഇനിയിപ്പോൾ സോയ്ക്ക് ഫുഡ് കൊടുക്കണം. താഴേക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതാ നോമ്പുതുറൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി വിചാരിച്ചിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങുന്നതാണ്. സോയ എണീറ്റ് വന്ന പാടന്നെ ഉള്ളൊരു പുതിയ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയാൽ അതിലങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടാണ്. അപ്പോൾ എണീറ്റ് വന്ന പാടന്നെ ഒരു ബോട്ടിലും പിടിച്ചിട്ട് നിൽക്കുന്നതാണ് കേട്ടോ വെള്ളം കുടിക്കാനായിട്ട്. സൂപ്പറാ, സൂപ്പർ തന്നെ. തിന്നാളെ പിന്നെ ഈ തിന്നു. കറി ഉണ്ടാക്കട്ടോ ഉമ്മി. അങ്ങനെ സോയ്ക്ക് ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് അതുപോലെ കറി ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ്. പിന്നെ ഞാനിത് കിച്ചണിൽ വന്നപ്പോൾ തന്നെ ഉമ്മാൻ്റെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. പത്തിരിയൊക്കെ ചുട്ട് വെച്ചിങ്ങനെ കാസറോളൊക്കെ ആക്കി വെച്ചിരുന്നു. പിന്നെ ഞാനിതാ ഇനിയിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു ടൈമിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇപ്പോൾ അത്ര വലിയ ക്ഷീണമില്ലാത്തൊരു ടൈമാണല്ലോ. പിന്നെ കുറച്ച് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും ആകെ ഒരു ക്ഷീണം പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എനർജി തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സ്പ്രിങ് ചിക്കനാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ മസാലയൊക്കെ റെഡിയായി. പിന്നെ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ചിക്കനൊക്കെ അടിച്ചിട്ട് വെച്ചിട്ടോ. ഇനിയിപ്പോൾ വിസിലടിക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ സ്നാക്സിനായിട്ട് ഇന്ന് ബീഫാണ് കേട്ടോ കഴുകി വൃത്തിയാക്കുന്നത്. ബീഫ് വെച്ചിട്ടാണ് സമൂസ ഉണ്ടാക്കുന്നത്. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും അതുപോലെ തന്നെ കൂടെ തന്നെ പൊട്ടാറ്റോ ഞാൻ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടും കുക്കറിൽ വിസിലടിക്കാനായിട്ട് വെച്ചു. അപ്പോൾ 2 കുക്കറിലായിട്ട് ഇപ്പുറത്ത് കറി ആവുന്ന, ഇപ്പുറത്താണെങ്കിൽ സ്നാക്സിനുള്ള ഐറ്റംസും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റവ് ഒന്ന് കഴിഞ്ഞതിന് ശേഷമായിട്ട് മസാല ഉണ്ടാക്കാൻ വെച്ചിട്ടോ. അതായത് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഉള്ളി തക്കാളി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നല്ലോണം വാങ്ങിയതിന് ശേഷമായിട്ട് കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി പിന്നെ ഇത്തിരി മല്ലിപ്പൊടി പിന്നെ കുറച്ചത് മീറ്റ് മസാല ഒക്കെ ചേർത്ത് കൊടുത്താണ്ട് നല്ലൊരു മസാല സെറ്റ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കി ചൂടാറാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് വേറൊരു പണിയുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമായിട്ട് ഫാൻ ഇട്ടാണ്ട് റാക്കിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം സമൂസേൻ്റെ ഷീറ്റിൽ ഇപ്പോൾ തന്നെ റോൾ ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊന്ന് ചൂടാറട്ടെ. ആ ഒരു ടൈമിലായിട്ട് ഞാൻ ഉള്ളിവടക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് ഉള്ളിവട റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിവടൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി അതും അടച്ചിട്ട് അവിടെ വെച്ചിട്ടോ. ഇങ്ങനെ പകുതി പണിയോടെ കഴിച്ച് വെച്ചാൽ പിന്നെ ഈവനിങ്ങിൽ വാങ്ങിക്കൊടുക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് വന്നാണ്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതവിടെ അടിച്ചിട്ട് മാറ്റി വെച്ചു. ഇനി സമൂസേൻ്റെ ഷീറ്റിൽ നമ്മുടെ സമൂസ ഫില്ലിംഗ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഒക്കെ ചൂടാറിയിക്കണം. അങ്ങനെ എല്ലാം ഫില്ലാക്കി റോൾ ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചിട്ട് അടച്ചും വെച്ച് പ്രാണികളൊന്നും വരാതിരിക്കാനായിട്ട് പാത്രം കൊണ്ടൊക്കെ അടച്ചിട്ടുണ്ട്. ചതഞ്ഞ് ഇതാവണ്ടല്ലോ വെച്ചിട്ട് ഉടയുണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് അടച്ചിട്ടുള്ളത്. നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞാണ്ട് പിന്നെ കിച്ചണിലിപ്പോൾ നമ്മുടെ പത്തിരി പരിപാടി അതുപോലെ പിന്നെ ചിക്കൻ കറി ഒക്കെ റെഡി ആയിക്കണ്. കറി ഇനിയിപ്പോൾ ഈവനിങ്ങിലാണ്ടോ. ഇതിലേക്ക് തേങ്ങ വറുത്തിട്ട് അരച്ച് കൊടുക്കൽ. തേങ്ങയൊക്കെ മുമ്പ് തന്നെ പിന്നെ നോമ്പിൻ്റെ 2 ദിവസം മുന്നായിട്ട് തന്നെ നമ്മൾ എല്ലാം വറുത്ത് ഒക്കെ വെച്ചിരിക്കണം കേട്ടോ. പൊടിച്ചിട്ട് വെച്ചിരിക്കണം. ഇനിയിപ്പോൾ അതും വാങ്ങി കൊടുക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് ഇത് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നല്ല ചൂടുണ്ടാവാനും കറിക്ക്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സോയിനതാ കുളിപ്പിച്ചിട്ട് കൊടുന്നു. ഇനി ഓൾക്കിതാ ഫുഡൊക്കെ കൊടുക്കണം. അങ്ങനെ കുറച്ച് പണികളുണ്ട് കേട്ടോ. ഓൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം വേണം എനിക്ക് കുളിക്കാൻ പോകാനും പിന്നെ എൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട്. ഇനി ഫുഡ് കൊടുക്കട്ടെ. കാത്തു വേണോ? കാത്തു കൊടുത്താണ്ട് ഓൾക്ക് ഫുഡ് കൊടുക്കട്ടെ. അങ്ങനെ സോയിൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ പോയിട്ട് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് ഇങ്ങനെ നിസ്കാരപ്പാലിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇതാ സോയും വന്നിങ്ങനെ കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാനൊരു പപ്പൂസിൻ്റെ കന്തൂറ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തതാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്താണ് കണ്ടപ്പോൾ. അങ്ങനെയൊക്കെ അങ്ങനെ സോയിനെ ഉറക്കി. സോയത്തെ കുറച്ച് നേരം ഇനി അങ്ങനെ ഉറങ്ങിക്കോളൂ കേട്ടോ. ആ ഒരു ടൈമിലായിട്ട് ഇതാ എനിക്കും പോയി കിടന്ന് ഉറങ്ങണം. എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും. ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു ക്ഷീണം വരലാണല്ലോ. പിന്നെ കുട്ടികൾ തന്നാണെങ്കിൽ ക്ലാസ്സൊക്കെ നേരത്തെ കഴിയും. 3:30 കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എത്തുട്ടാ. അപ്പോൾ ഒരു വരുന്നത് വരെ കിടന്നുറങ്ങണം. അങ്ങനെ ഇതാ പിന്നെ കുട്ടികളൊക്കെ ഇതാ ക്ലാസ് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാനും എണീറ്റത് ആ ഒരു സൗണ്ട് കേട്ടിട്ട്. അങ്ങനെ രണ്ടാളും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഓരോ കുളി പരിപാടി അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. പിന്നെ ഓരോ യൂണിഫോമും ഇതൊക്കെ ഞാൻ വാഷ് മെഷീനിലൊക്കെ താഴെ വന്നിട്ട് അലക്കാനൊക്കെ ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ നമ്മുടെ ഇതൊക്കെ സ്നാക്സും ഇതൊക്കെ ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നതാണ് കേട്ടോ. ഉള്ളിവട അതുപോലെ സമൂസ ഒക്കെ ഫ്രൈ ആക്കാൻ നിൽക്കുന്നതാണ്. ആദ്യത്തെ ഉള്ളിവട കേട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. സമൂസ പിന്നെ പെട്ടെന്നാവല്ലോ. പൊരിക്കല് വേണ്ട, ഇന്നുണ്ടാക്കി. പിന്നെ ഫ്രൂട്ട്സ് കട്ടിങ് അതുപോലെ ജ്യൂസ് അടിക്കലൊക്കെ ഇതാ ഉപ്പിയും കൂടിയാണ്. അങ്ങനെ ഒരു രണ്ടാളും കൂടി ഇതാ ഫ്രൂട്ട്സും ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്യലും അതുപോലെ ജ്യൂസ് അടിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ടർ ജ്യൂസും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ ആയിരുന്നു. സോയ പിന്നെ ഒരു പിന്നാലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ആ ഒരു ടൈമിലൊക്കെ സമൂസയും ഉള്ളിവടയൊക്കെ ഇതാ പൊരിച്ചെടുക്കുന്നതാണ്. രണ്ടും ഇതൊക്കെ കുറച്ചധികം ഞാൻ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേയിലൊക്കെ ആകുമ്പോൾ എല്ലാവരും നല്ല കഴിക്കുമല്ലോ. പിന്നെ എനിക്കിതാ ഫ്രൂട്ട്സിനേക്കാളും കൂടുതൽ ഇഷ്ടത സ്നാക്സിനാണ് കേട്ടോ. ഇങ്ങനത്തെ പൊരിക്കടികളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കും. പിന്നെ സമൂസ ഫാൻസാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂസയും കുറച്ചധികം പൊരിച്ചെടുത്തിക്കണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതാ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും ഇതാ വാങ്ങും കൊടുത്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ വാങ്ങി കൊടുത്തു. പിന്നെ നമ്മൾ ഈത്തപ്പഴമൊക്കെ വെച്ചിട്ട് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ നല്ലൊരു ഇഫ്താർ ഡേ ആയിരുന്നു. അതാ സമൂസ ഉള്ളിവട പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ബട്ടർ ജ്യൂസും അതുപോലെ നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു നോമ്പ് തുറന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ നിസ്കരിക്കാനും ഓതാനും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. ഹൈം പപ്പൂസൊക്കെ അവിടെ താഴെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. ഓരോ കൂടെ തന്നെ സോയി ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഇങ്ങനെ ആക്കിക്കൊണ്ട് ഓരിങ്ങനെ നിസ്കരിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ആളും നിസ്കരിച്ചൊക്കെ നോക്കുന്നതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 9 മണി 9:30 ആയപ്പോൾ പിന്നെ വന്ന് താഴെ പോയിട്ട് ഫുഡ് കഴിച്ചതാണ് കേട്ടോ. മെയിൻ ഫുഡ് നൈസ് പത്തിരി അതുപോലെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും പിന്നെ കട്ടൻ ചായ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. വയറൊക്കെ ഫുള്ളായി. അൽഹംദുലില്ലാ നല്ലൊരു ഡേ ആയിരുന്നു. നാളെയും ഇതുപോലത്തെ നല്ലൊരു ഇഫ്താർ ഡേ ആവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.